ആനന്ദം എന്ന ഈ മനോഹരമായ കേരള ട്രോപ്പിക്കൽ ശൈലി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ? ആനന്ദം. ആക്ച്വലി ഈ വീട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ വീട് വേണമെന്ന് പറഞ്ഞിട്ട് വേറെ വീട് അതെ അത് അന്ന് കഴിഞ്ഞു. 2018 കേരളത്തിന്റെ അവസ്ഥ ഓർത്തിട്ട് ഒരു അതെ അതെ മലയാളികൾക്ക് പൊതുവേ ഒരു പ്രൈവസി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബാൽക്കണി ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മണ്ഡപമാണെന്നാണ്. ഇവിടോട്ടൊന്നും ഡയറക്റ്റ് വിഷൻ ഒന്നുമില്ല. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. 2 ഡൈനിങ് സ്പേസും ഇതൊന്നും വിസിബിൾ അല്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ മഴ പെയ്തട്ടെ അല്ലേ? അതെ ഇങ്ങനെ ഒരു ലൈൻ പോലെ ആയിരിക്കും ഇത് വീഴുന്നത്. അതെ 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 യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനടിയിൽ ഒരു ബെൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറിന്റെ പുറകിലായതുകൊണ്ട് തന്നെ അതെ അത് ഹൈഡ് ആയിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നോളൂ. അതായത് ഈ വൈറ്റിന്റെ ഈ ഒരു ഷെയ്ഡിന് പറയുന്ന ഈ കളറിനെ പറയുന്നത് ചെറിയൊരു വാം മിക്സ് ചെയ്തിട്ടുള്ള. അതെ പ്രത്യേകിച്ച് ഇത് 2024-25 ഒരു ട്രെൻഡിങ് കളറായിട്ടൊക്കെ അതെ എടുത്തൊരു കളറാണ്. പിന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹാൻഡ് റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള, അതായത് എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ എൻ്റർ വ്യൂ ഉള്ളിലുള്ള ആൾക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഒരു നിരീക്ഷണം പുറത്തേക്കുള്ളത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റ് ടോക്സിലേക്ക് സ്വാഗതം. മനോഹരമായി ഒരു കേരള ട്രോപ്പിക്കൽ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. 40 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ആർക്കിടെക്ട് ജോസഫിൻ്റെ കൂടെ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ വീട് ഒരു ഡച്ച് കൊളോണിയൽ എലമെൻറ്റ്സ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ജോസഫിൻ്റെ ഈ വർക്ക് കാണുമ്പോൾ കുറേ കൂടെ കേരള എലമെൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ഷേപ്പാണ് ഈ ആർച്ച് രീതിയിലുള്ള കിളിവാതിലും അങ്ങനെയുള്ള ഡോറുകളും ഒക്കെ. ഈ വീട്ടിലും അതുപോലെ ബൗണ്ടറി വാൾ മുതലേ നമുക്ക് ഈ ഷേപ്പ് കാണാം. ബൗണ്ടറി വാളിലും ഗേറ്റിൽ അതുപോലെ വീടിൻ്റെ എലിവേഷനിൽ തന്നെ ഈ ആർച്ച് ഷേപ്പിലൊക്കെ ഉള്ള ചില വർക്കുകൾ പലയിടത്തായിട്ടും കാണാം. ഈ വീടിൻ്റെ കേരള സ്റ്റൈലിലുള്ള എലിവേഷനുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൗണ്ടറി വാളിലും ഇതേ ഒരു കളർ കോമ്പിനേഷനിൽ ലാറ്ററൈറ്റ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത്, വെട്ടുകല്ലിൽ തീർത്തിരിക്കുന്നത്. അത് ത്രൂ ഔട്ട് ബൗണ്ടറി വാളിൽ ഏകദേശം ഒരു അരമതിൽ പോലെ വെട്ടുകല്ലിൽ തന്നെ തീർത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ടാണ് ഈ ഒരു കിളിവാതിൽ പോലത്തെ ആർച്ച് ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിലുള്ള പടിപ്പുരയാണ്, അതും ആർച്ച് ഷേപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഒരു പ്ലോട്ടിൽ വീട് വെക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ആർക്കിടെക്ട് വീട് കറക്റ്റ് ഒരു ഫ്രണ്ടേജ് ഇട്ടുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. കൂടാതെ എലിവേഷന് മാക്സിമം ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് തട്ടായിട്ട് ഇതിന്റെ കൂരകൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മെയിൻ ഗേറ്റ് ഇവിടുത്തെ കാർപോർച്ചിലോട്ട് ലീഡ് ചെയ്യുന്ന തരത്തിലും പടിപ്പുരയിലെ ഗേറ്റ് വീടിന്റെ മെയിൻ സിറ്റ് ഔട്ടിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാത്ത് വേ പോയേക്കുന്നതും കാണാം. എലിവേഷനിൽ നമ്മൾ ഈ കാണുന്ന 4 ആർച്ച് ഡിസൈനിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു റൂഫ് വന്നിട്ട് ട്രസ് വർക്കിൽ ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ അതിന് വലത്തുവശത്തായിട്ട് കാണുന്ന സിറ്റ് ഔട്ടും കാർ പോർച്ചും എല്ലാം ട്രസ് വർക്കിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് കാണുന്ന ആ ഒരു ഹൈറ്റുള്ള ഒരു ഭാഗം, ഗ്രില്ല് ചെയ്തേക്കുന്ന ആ ഭാഗം വന്നിട്ടൊരു മണ്ഡപം പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതിന് മുകളിലും സ്റ്റീൽ സ്ട്രക്ചറിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് എല്ലാം ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. അപ്പം ഈ ഒരു തറ പോലെ കെട്ടിയേക്കുന്ന ഇത് എന്തെങ്കിലും ഒരു കണക്ക് കറക്റ്റ് ചെയ്യാൻ വല്ലതും ആണോ? അല്ല അത് ഈ ഒരു ഭാഗത്തും, അതായത് ഇങ്ങനെ പുറത്തോട്ടിരിക്കുന്ന ഒരു സ്പേസ് ഡിസൈൻ ചെയ്തപ്പോൾ അവിടെയും കുറച്ച് ലോണും സ്പേസുകൾ ഉണ്ടായിക്കൊള്ളാന്ന് ഒരു സിറ്റിംഗ് സ്പേസ് പോലെ അതെ അത്രേ ഉള്ളൂ. നമ്മൾ ബൗണ്ടറി വാളിലും ഗേറ്റിലും ഒക്കെ കണ്ട അതേപോലത്തെ ഒരു ആർച്ച് എലമെന്റിന്റെ ഒരു വിൻഡോ സ്പേസ് ആണ് ആ മുകളിൽ കാണുന്നത് അല്ലേ? അപ്പൊ അതിന്റെ താഴെയും നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ച് ചെയ്തിട്ടുണ്ട്. അതെ, അതല്ലാതെ എന്ത് തടിയാണോ അതോ ഗ്രില്ലാണോ? അത് മരം തന്നെയാണ്. അതിന് താഴെയുള്ള ലാറ്ററൈറ്റ് ഭാഗമൊക്കെ നമുക്ക് കോട്ടയാടിനകത്തുന്നത് ആവശ്യം പോലെ ഗ്രീൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി മെയിൻ പേവ്മെന്റ് ഏരിയ എല്ലാം ബാംഗ്ലൂർ സ്റ്റോണും ഉണ്ട് അല്ലേ? കൊടുത്തേക്കുന്നത് ആർട്ടിഫിഷ്യൽ അല്ല, ഇത് നാച്ചുറൽ ഗ്രാസ് തന്നെയാണ്. അത് തന്നെ കാർപോർച്ചിലോട്ടും കണ്ടിന്യൂ ചെയ്യുന്നു. കാർപോർച്ചും 2 കാറും സ്കൂട്ടറും ഒക്കെ അല്ലേ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 4 കോളം ചെയ്തിട്ട് അതിൽ ട്രസ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു പാത്ത് വേയും സ്റ്റെപ്സും ഉണ്ട്. കാർപോർച്ചിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ വശത്തു കൂടിയും കയറാം. അതുപോലെ തന്നെ ഇവിടുത്തെ ചരിവിലൊക്കെ കൊടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഇല്ലേ? ഈ ഗ്രില്ല് ഇങ്ങനെയുള്ള ചില പോർഷൻസും ആ മരത്തിന്റെ ഒക്കെ ഒരു
പ്ലേസ്മെന്റ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ചില കുട്ടി കുട്ടി എലമെന്റ്സ് ഒരു രസമായിട്ടുണ്ട്. അതെ, ഇന്നത്തെ കാലത്ത് ഇത് മരത്തിന്റെ തൂവാനൊക്കെ ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ ആ ഒരു കോഫി ബ്രൗൺ കളറിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അകലേന്നൊക്കെ കാണുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടുന്ന രീതിയിൽ വന്നു. ഇത് പക്ഷേ നാടനോടാണെങ്കിലും അങ്ങനെ ഒരു വെതറിങ് ഒന്നും കാണുന്നില്ലല്ലോ. ഈ സാധാരണ ഒരു കറുപ്പും പായലും ഒക്കെ പിടിച്ച് അതിൻ്റെ ആയിട്ടുള്ളൊരു അത് വേറൊരു ബ്യൂട്ടിയാണ്. അതെ, നാടനോടിന്റെ ആകെ ഒരു പ്രോബ്ലം കേരളത്തിൽ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കുമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരു ട്രാൻസ്പാരന്റ് പെയിന്റ് അല്ലെങ്കിൽ ഒരു ക്ലിയർ കോട്ട് നമ്മൾ ഇതിന്റെ മുകളിലെ ലെയറിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് പൂപ്പൽ ഇല്ലാതിരിക്കൊന്നുമില്ല, ഒരു കുറച്ച് കൊല്ലങ്ങൾ അങ്ങോട്ട് തള്ളി നീക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി സിറ്റൗട്ടിലോട്ട് കയറാം. അതെ, സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 5 പടിയൊക്കെ കൊടുത്തില്ലേ? അതെ, അത് ഈ ഒരു ലെവൽ അത്രയും നിങ്ങൾ ഹൈറ്റ് കൂട്ടി അല്ല. ആക്ച്വലി ജോസഫിന്റെ മറ്റു വർക്കിലും അത്യാവശ്യം സ്റ്റെപ്സ് കൊടുത്തിട്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. 2018 കേരളത്തിന്റെ അവസ്ഥ ഓർത്തിട്ട് അതെ അതെ, പ്രത്യേകിച്ച് ഇത് പാഠഭാഗമാണ്, അതും ഉണ്ട്. പിന്നെ ഇത്തരം വീടുകൾക്ക് കുറച്ചൊരു ഉയർച്ചയുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ റോഡുകൾ ഓരോ ടാറിങ് കഴിയുമ്പോഴും ഉയർന്നു നമ്മൾ ഈ കാണുന്ന ലെവൽ അല്ല, ഇവിടുത്തെ പേയ്മെന്റ് ആയിരിക്കും. അതെ അതെ അതെ, സിറ്റ് ഔട്ടും ഒരു അത്യാവശ്യം വീതിയിൽ നല്ല ലോങ് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഷൂ റാക്കും കം സീറ്റിംഗ് ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഒരു ജാളി ഒരു പാർട്ടിഷൻ. അതുപോലെ ഇതായാലും ഈ കളർ അല്ലേ, കളർ കറക്റ്റ് ആയിട്ട് യോജിക്കുന്നുണ്ട്. ഇത് മാറ്റ് ഫിനിഷ് ഫുൾ ബോഡി ടൈൽസ് തന്നെയാണ്, ജാരിയുടെ ഫുൾ ബോഡി ടൈൽസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിൻഡോസ് കൊടുത്തേക്കുന്നതും ഡോറും ഒക്കെ ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു ലൂവർ പോലത്തെ അതിന്റെ കണ്ടിന്യൂറ്റി ഡോറിലോട്ടും വരുന്നുണ്ട്. ടീക്കിൽ തന്നെ ചെയ്തേക്കും. അതെ, കേരള എലിമെന്റ്സ് മുഴുവനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഹൈലി ഓർണമെന്റഡ് ആയിരിക്കും. പക്ഷെ അതിന് പൊടിയുടെയും അഴുക്കിന്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ ഡിസൈൻസ് ഒക്കെ മിനിമലും ലീനിയറും തന്നെയാണ് ആക്കിയിരിക്കുന്നത്. ഈ ട്രഡീഷണൽ എലമെന്റ് വരുമ്പോൾ അതിൽ ഒരു സ്റ്റീൽ ബാർ നിൽക്കുന്ന ഒരു വൃത്തികേടായതുകൊണ്ട് മരത്തിൽ തന്നെയാണ് ഹാൻഡിൽസും ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കസ്റ്റം ചെയ്ത് അങ്ങനെ പണി ചെയ്തേക്കാണ് അല്ലേ? അതെ, വീടിനകത്തോട്ട് കയറാം. നല്ല വെൽ ലിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് പോലെ. ഒരു സൈഡ് ഭയങ്കര വലിയൊരു ഇത് ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. കാരണം നമുക്ക് അല്ലാതെ തന്നെ 2 വശത്ത് നമുക്ക് ഓപ്പണബിൾ വിൻഡോസ് ഉണ്ട്. ഒരു സീനിക് പിക്ചർ പോലെ വരുന്ന രീതി വ്യൂ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഫ്രെയിമിനകത്ത് അല്ലേ? അതെ അതെ, കറക്റ്റ് ആ ഗ്രീൻ സ്പേസും. സാധാരണ എപ്പോഴും കോർട്ട്യാർഡിന്റെ ഒരു പർപ്പസ് ലൈറ്റ് കയറുക, ഒരു എയർ ഫ്ലോ, നമുക്ക് ഇടയ്ക്കൊന്ന് പോയി ഇരിക്കാൻ. ഇത് വിഷ്വൽ ബ്യൂട്ടി ആണ് ഫസ്റ്റ് തരുന്നത്. അതെ, ഫോർമൽ ലിവിംഗിലോട്ട് വരുമ്പോൾ ഹാർട്ട് ഓഫ് ദി വീട് എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്പേസ് അല്ലേ. ഫോർമൽ ലിവിംഗ് സ്പേസും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ. അതുപോലെ തന്നെ ലൈറ്റ് കളർ ഫാബ്രിക്കിന്റെ ഒരു മഹാഗണി കളറിലുള്ള ഒരു കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ള 6 പാനലിന്റെ വിൻഡോ ആണ് ഈ പോയേക്കുന്നത്. അത് ഇതൊരു ഫുൾ സൈസ് തന്നെ എടുത്തിട്ടുണ്ട്. അതെ അതെ, സോളിഡ് ബാറുകൾ തന്നെയാണ്, പൈപ്പുകളല്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, ആയിട്ട് സെക്യൂർ ആണ്. അതെ, അപ്പൊ ഇതും ഒരു കേർട്ടൻ ഇതിനൊക്കെ മാച്ച് ആവുന്ന ഒരു കളറിൽ കൊടുക്കുമ്പോൾ പുറത്തുനിന്നും അങ്ങനെ ഒരു ഗ്രില്ലുകൾ ഒരുപാട് വിസിബിൾ ആയിട്ട് കാണില്ല. അതാണ് പൊതുവെ നമ്മൾ കാണുന്നത്, ഒന്നീ കറുപ്പോ അല്ലെങ്കിൽ വൈറ്റോ. ഇത് രണ്ടും എടുത്ത് കാണിക്കും. ഫോൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെ? ഇല്ല ഇല്ല, എല്ലാം മാത്രം കൊടുത്തിട്ടുള്ളൂ. ഒരു ജസ്റ്റ് ഒരു വാം ടോണിലുള്ള ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ന്യൂട്രൽ ലൈറ്റുകൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അടുത്തൊരു സ്പേസിലോട്ടാണ്. ഇതാണോ ഫാമിലി സ്പേസ്? ഫാമിലി സ്പേസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ TV സ്പേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ടിവിനെ ഒന്നും ക്രോസ് ചെയ്യാതെ തന്നെ ഇതിലൂടെ TV കാണുന്ന ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ കൂടെ വരവും പോക്കും ഒക്കെ നടന്നോളും അല്ലേ? അതെ, മാത്രമല്ല ഈ ആ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തേക്കുന്നതും സീറ്റിംഗ് വെച്ചേക്കുന്നതെല്ലാം തന്നെ ഇവിടോട്ടൊന്നും ഡയറക്റ്റ് വിഷൻ ഒന്നുമില്ല. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. 2 ഡൈനിങ് സ്പേസും ഇതൊന്നും വിസിബിൾ അല്ല. മറ്റേതിന്റെ സെയിം സൈസ് തന്നെ കിട്ടിയിട്ടുണ്ടോ? ഓൾമോസ്റ്റ് സെയിം സൈസ്. അതേപോലെ തന്നെ 6 പാനലിന്റെ വിൻഡോ ഇവിടും വരുന്നുണ്ട്. കോർട്ട്യാർഡിന്റെ ലൈറ്റ് ഇങ്ങോട്ടും കിട്ടുന്ന രീതി തന്നെയാണ് അല്ലെ? പിന്നെ മൊത്തത്തിൽ ഒരു വൈറ്റിന്റെ ഒരു ഇതായോണ്ട്, ഒരു ഐവറി കളറിലുള്ള കുഷൻഡ് സോഫാസും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ലൈറ്റിന്റെ ഒരു അല്ലേ, ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഈ സോഫയായാലും ഈ ടൈലും ഈ കേട്ടനൊക്കെ ആ ഒരു കളറാണ്. അതായത് ഈ വൈറ്റിന്റെ ഈ ഒരു ഷെയ്ഡിന് പറയുന്നത്, ഈ കളറിനെ പറയുന്നത് ചെറിയൊരു വാം മിക്സ് ചെയ്തിട്ടുള്ള. അതെ അതെ, പ്രത്യേകിച്ച് ഇത് 2024-25 ഒരു ട്രെൻഡിങ് കളറായിട്ടൊക്കെ എടുത്തൊരു കളറാണ്. വലിയ കാര്യങ്ങൾ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കളറുമാണ് അത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു TV കൺസോളാണ് വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിങ് അത്യാവശ്യം നല്ല സൈസിൽ 6-4 ഫീറ്റിന്റെ ടൈലുകളാണ്. ഒരു പോഷ് ഫിനിഷ് ആണ് അല്ലേ? അതെ അതെ, പോഷ് മാറ്റ് ഫിനിഷ് ആണ്.
ഇതിൽ നടക്കുമ്പോഴായാലും ചെറിയൊരു ടെക്സ്ചർ, ആ മാറ്റ് ഫിനിഷിന്റെ ഒരു ഫീല് നമുക്ക് കാലിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ഗ്രെയിൻസ് ആണ് കജാരിയ തന്നെയാണ്. കജാരിയുടെ ഈ ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും കഴിഞ്ഞ് അതിന്റെ ഒരു കണ്ടിന്യൂസ് സ്പേസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓപ്പൺ സ്പേസ് പോലെ തന്നെയാണ് നമ്മൾ വന്ന് ലീഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ്. അപ്പോൾ അതൊരു 3 സീറ്റ് പ്ലസ് ഒരു ബെഞ്ച് സ്റ്റൈലിൽ വെച്ചേക്കുന്നു. അതിന്റെ സൈഡിലാണ് മുമ്പേ പറഞ്ഞ ഈ വീടിന്റെ ഹാർട്ട് അല്ലേ? അതെ, നമുക്ക് ഹാർട്ടിലോട്ടൊന്ന് ഇറങ്ങാം. അപ്പം ഡൈനിങ് ടേബിളിന് ഏകദേശം പാരലായിട്ട് നല്ലൊരു വ്യൂ വരുന്ന രീതിയിലാണ് ഈ കോട്ടയാടും സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ഓപ്പണബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പ്ലെയിൻ ഗ്ലാസ്. സാധാരണ ഒരു സ്ലൈഡിങ് UPVCയുടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഒക്കെ വന്നാലും അതിന്റെ ഫ്രെയിം കൊണ്ട് തന്നെ കുറെ വിഷൻ ബ്ലോക്ക് ആവും. ഇത് അതുകൊണ്ടായിരിക്കും വെറും സിമ്പിൾ ആയിട്ട്. ഇതിനും ആ ഒരു ഫ്രെയിമിന്റെ ഒരു പർപ്പസ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ നിൽക്കുന്നതിന്റെ ഒരു ചെറിയൊരു ഒരു ആർക്കിട്രേവ് കൊടുത്ത് ഇതൊക്കെ ആക്ച്വലി WPCയിൽ ചെയ്തതാണ്. ലാമിനേറ്റ്സ്. അങ്ങനെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട സെയിം ഫ്ലോർ ടൈൽ ഇവിടെ വെച്ചേക്കുന്നു അല്ലേ? അതിന്റെ ഈ ഒരു പോർഷനിൽ പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ലോങ് സ്റ്റെപ്പ് ഇങ്ങോട്ടും. അതെ. പിന്നെ ഈ 2 വാൾസും നമ്മൾ ഒറിജിനൽ ലാറ്ററൈറ്റ് സ്റ്റോൺ തന്നെ വെച്ച്. അല്ല, അതായത് ഇവിടെ മറ്റേ ഇഷ്ടിക കട്ടയ്ക്ക് പകരം ഇതുകൊണ്ടാണ് കെട്ടിയേക്കുന്നത്. അതെ. എന്നിട്ട് ഇത് പ്ലാസ്റ്റർ ചെയ്തപ്പോൾ ഈ ആർച്ച് ഷേപ്പ് അതിൽ വരുത്തി വിത്ത് ഈ ഓടിന്റെ ഒരു ചായ്വോട് കൂടി, ആ ചരിവോട് കൂടി ഇതൊക്കെ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. അതുപോലെ തന്നെ ഈ ഭാഗത്ത് 2 സൈഡിലും നല്ല പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഫോർമൽ ലിവിംഗ് സ്പേസ് കാണുന്നതിനും ഒരു ഭംഗിയുണ്ട് അല്ലേ? ഇങ്ങനെ കുറച്ച് ഗ്രീൻ സ്പേസ് ഒക്കെ വെച്ച്. ടോപ്പ് ഓപ്പൺ ആണ്. മഴയൊക്കെ ഇവിടെ വീഴും. ആ സ്റ്റെപ്പിൽ ബെഞ്ചിലൊക്കെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിക്കുക. അത് ഡബിൾ ഹൈറ്റിൻ്റെ മുകളിൽ വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫിക്സ്ഡ് ഗ്ലാസ് ആയി. അത് അപ്പോൾ ചെറിയൊരു ലീനിയർ പാറ്റേൺസ് കൊടുത്തപ്പോൾ അത് സൺലൈറ്റ് വരുമ്പോഴാണ് ലൈൻസ് അവിടെ വരും, ഷാഡോസ് വരുമ്പോഴാണ് അതിന്റെ ഒരു ഇങ്ങനെ നല്ല സുഖമായിട്ട് അല്ലേ? ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ലാബ് ചെയ്തിട്ട് വുഡൻ പാനലിംഗ് ചെയ്ത് കാണാം. അതോ ഇത് ശരിക്കും സ്റ്റീൽ ഫ്രെയിം അതിലുണ്ടാക്കി അതും വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിലത്ത് സപ്പോർട്ടൊന്നും കൊടുക്കാതെ എൻറ്റയർലി ഒരു അങ്ങനെ 3 ചുമരില് കണക്കാവുന്ന രീതിയിൽ. ഈ ഒരു വീട് ശരിക്കും കുറച്ച് നാൾ മുൻപേ നമ്മൾ ഡിസൈനൊക്കെ കഴിഞ്ഞു വെച്ചതാണ്. കറക്റ്റ് ആ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് സ്ലോ ആയി. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇത്തിരി വൈകി. ഈ ഒരു പോർഷന്റെ ഒരു 3D വ്യൂ ഞാൻ ചുമ്മാ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഒരാൾ ഇവിടെ ഇരിക്കുന്ന പോലെ വെച്ച് അന്ന് ഇതൊക്കെ ചെയ്ത് 3D വ്യൂ അയച്ചത്. അത് വളരെയധികം ഷെയർ ചെയ്ത് പോയി. ആക്ച്വലി ഈ വീട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ വീട് വേണമെന്ന് പറഞ്ഞിട്ട് അതെ അത് അന്ന് കഴിഞ്ഞു. എനിക്ക് ഈ ഭാഗം വരുമ്പോൾ എപ്പോഴും അത് ഓർമ്മ വരും. ജോസഫ് മുമ്പേ ആ കോട്ടയാടിൽ നിന്ന് കറക്റ്റ് വിഷൻ കിട്ടുമെന്ന് പറഞ്ഞ സംഭവമാണ് അല്ലേ? അപ്പൊ ഇതേന്നൊക്കെ മഴ പെയ്തട്ടെ അല്ലേ? അതെ. ഇങ്ങനെ ഒരു ലൈൻ പോലെ ആയിരിക്കുമല്ലോ ഇത് വീഴുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇത് മഴയും വെയിലും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്പേസ് ആണ്. ഇനി നമുക്ക് അടുത്ത സ്പേസിലോട്ട് പോകാം. ഇനി നമുക്ക് കാണാനുള്ളത് 4 ബെഡ്റൂംസ് ആണ്. 2 താഴെയും 2 മുകളിലുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രൈവസി കൊടുത്താണ് ഇവിടെ വാഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ വളരെ സിമ്പിളാണ്. നാനോ വൈറ്റ് ആണ് ഇവിടെ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് സ്പ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ സിംബോളോടെ ടൈലൊക്കെ കട്ട് ചെയ്താണ് ഇതിൻ്റെ ബാക്ക് സ്പ്ലാഷ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രെയർ സ്പേസ് സ്റ്റോറേജോട് കൂടിയിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ഒരു ആർച്ച് ഷേപ്പിൽ വിനീർ ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ എന്നുള്ള വണ്ണം ഇവിടെ ചെയ്തിട്ടുള്ളത് അയൺ ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അയണിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു ടോയ്ലറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നിലായിട്ട്. അപ്പോൾ ആ 2 സ്പേസും നന്നായിട്ട് ആർക്കിടെക്റ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷോ കിച്ചണും ഒരു വർക്കിംഗ് കിച്ചണും ആണ്. നാനോ വൈറ്റും WPC ഒക്കെ വെച്ചാണ് ഇവിടെ ഷോ കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ വലിയ വിൻഡോ ഓപ്പണിങ്സ് കൊടുത്താണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നല്ല പോലെ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാനാണ്. പിന്നെ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വേറെ വലിയ വൈബ്രൻറ്റ് കളേഴ്സൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷ് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഫ്ലോർ ടൈല് തന്നെയാണ് കിച്ചൻ്റെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. കട്ടൊക്കെ മാക്സിമം കുറച്ചാണ് ഈ ഒരു ടൈല് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും ഒരു ബ്രോഡ്നെസ്സും ഒക്കെ ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഷോ കിച്ചൺ ആണ്. പുറത്തേക്കൊരു എൻട്രി ഒക്കെ കൊടുത്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പുറത്തുനിന്ന് കണ്ടതാണ് ഈ കിച്ചൻ്റെ കാഴ്ചകളിലൊക്കെ പുറത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. വർക്കിംഗ് കിച്ചണിൽ സ്റ്റോർ റൂമിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോർ ഷെൽഫ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വർക്കിംഗ് കിച്ചണിൽ നല്ല സ്റ്റോറേജ് സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. മാസ്റ്റർ ബെഡ്റൂം ആണോ അതോ
ഇതിൽ അങ്ങനെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. 4 ബെഡ്റൂമും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്, ഒരേ വാർഡ്രോബ് സ്പേസസും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം 12x14, 13x14 ആ ഒരു റേഞ്ചിലാണ് എല്ലാം വരുന്നത്. ഇത് നല്ലൊരു വാർഡ്രോബ് സ്പേസ് വിത്ത് ലോഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അതെ എക്സ്റ്റൻഷൻ ആയിട്ട് അതിനകത്തേക്ക് കയറി നിൽക്കുന്ന അതെ WPCയുടെ പാനലാണ്. പിന്നെ ഈ ഒരു വാർഡ്രോബ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിൽസ് എല്ലാം ആ സ്റ്റീൽ ഹാൻഡിൽസ് ഒഴിവാക്കി WPCയുടെ ഇതുകൊണ്ട് തന്നെ ഇതിനുള്ളില് ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വിൻഡോസ് ഒക്കെ ആണെങ്കിലും ബെഡിന് 2 സൈഡിലായിട്ടും കൊടുത്ത് ഹെഡ് സ്പേസിൽ ഒരു ഡെക്കോർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അറ്റാച്ച്ഡ് സെയിം ബെഡ്റൂം തന്നെയാണ് അടുത്ത ഒരു സെയിം റെപ്ലിക്ക അതുപോലെ തന്നെ ഫീറ്റ് കൂടുതലുണ്ട്. പിന്നെ അപ്പൊ ഇതില് കുറച്ചും കൂടി അപ്പൊ അതുകൊണ്ട് നല്ലൊരു കുറച്ചും കൂടി ലെങ്ത് ഉള്ള ഒരു വാർഡ്രോബ് സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സെറ്റ് ചെയ്യാൻ പറ്റി. അതെ, ഒരു 2 വാർഡ്രോബ് സ്പേസ് അധികം കിട്ടി. യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനടിയിൽ ഒരു വെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറിന്റെ പുറകിലായതുകൊണ്ട് തന്നെ അതെ അത് ഹൈഡ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. 2 സൈഡിലും സെയിം സംഭവങ്ങൾ തന്നെ. ആ റൂമിൽ കണ്ട അതേ കാര്യങ്ങൾ 2 സൈഡിലും വീഡിയോസ് ഉണ്ട്. പിന്നെ WPC തന്നെ വെച്ചിട്ടാണ് ഇത് ബെഡൊക്കെ ചെയ്തിട്ടുള്ളത്. ക്യൂൺ സൈസ് ബെഡാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഒരു സിഗ്നേച്ചർ ഷേപ്പായിട്ടുള്ള ആർച്ച് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസിലും കാണാൻ പറ്റും. സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്ത സെയിം ഫുൾ ബോഡി ടൈൽ തന്നെയാണ് സ്റ്റെയർ കേസിലും യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മണ്ഡപം കാണാനാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നത്. വളരെ വലിയൊരു ലാൻഡിങ് സ്പേസ് ആണ് ഇവിടെ. അത് താഴെയുള്ള ടോയ്ലറ്റിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ ഈ ഒരു ലാൻഡിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത്രയും സൈസ് അതിന്. ടാക്സും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ഒക്കെ കാണാം. അവിടെ ഒരു സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹാൻഡ് റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള അതായത് ലിവിങ് സ്പേസിൻ്റെയും ഡൈനിങ് സ്പേസിലേക്കും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഹാൻഡ് റെയിൽസിൽ WPCയിൽ CNC കട്ട് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് നാച്ചുറൽ വുഡായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാൽ മോർണിംഗ് ലൈറ്റും ഒക്കെ നല്ല പോലെ കിട്ടുകയും ചെയ്യും. താഴത്തെ ബെഡ്റൂംസ് എല്ലാം മുകളിലേക്ക് എലിവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ബാത്റൂം ഒന്ന് കാണാം. ഹിഡൻ ആയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ ഒരു ബിഗ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്, നല്ല പോലെ വെട്ടമൊക്കെ കയറാനായിട്ട്. പിന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമലി ചെയ്യുന്ന കണക്ക് തന്നെ. പിന്നെ വോളിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 80x160 നോർമൽ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷാണ്. 7 ഫീറ്റോളം ഒരു ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ റൂഫ് പോയിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് ഈ ഒരു ബാത്റൂമിന് അത്യാവശ്യം നല്ല സൈസ് തോന്നിയത് പോലും ഈ ഫ്ലോറിലും വോളിലും യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ഒരു ടൈല് അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പുറത്തുള്ള മണ്ഡപമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നല്ല ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ആർച്ച് എലമെൻറ്റ് പുറത്ത് കണ്ട ആ സെയിം കാര്യം ഇവിടെ നമുക്ക് കാണാം. ഇതങ്ങനെ ഡോറോ ഒന്നുമല്ല, ഇതൊരു എസ്തറ്റിക് പർപ്പസിനായിട്ട് വെച്ചിട്ടുള്ള ഒരു ആർച്ച് എലമെൻ്റാണ്. പക്ഷേ ഇത് പുറത്ത് നിന്ന് തരുന്ന ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. മണ്ഡപം എന്ന കൺസെപ്റ്റ് ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ വരുന്നത് തന്നെ മലയാളികൾക്ക് പൊതുവേ ഒരു പ്രൈവസി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബാൽക്കണി ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മണ്ഡപമാണെന്നാണ് ആള് എത്തിയ ഒരു കൺക്ലൂഷൻ. ഈ സ്ലാൻഡഡ് എലമെൻറ്റ്സ് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ ആർക്കും ഉള്ളിലെ കാര്യങ്ങൾ വിസിബിൾ ആവില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ എൻ്റർ വ്യൂ ഉള്ളിലുള്ള ആൾക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഒരു നിരീക്ഷണം പുറത്തേക്കുള്ളത് കറക്റ്റായിരിക്കും.